നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ആഴ്സണലിൻ്റെ ഈ സീസണിലെ കുതിപ്പ് തീർക്കാൻ ആരെക്കൊണ്ടെങ്കിലും പറ്റുമോ? പ്രീമിയർ ലീഗിൽ അവർ ഒന്നാമതാണ്. ഇതാ ചാമ്പ്യൻസ് ലീഗിൽ 7ാമത്തെ കളിയും ജയിച്ചിരിക്കുന്നു. 7 കളി 7 ജയം, പെർഫെക്റ്റ് സ്റ്റാർട്ട്. അതുപോലെ തുടരുന്ന ഒരേ ഒരു ടീം. 21 പോയിൻറ്റോടെ അവർ ഒന്നാമത്. ചില്ലറക്കാരെയല്ല തോൽപ്പിച്ചിരിക്കുന്നത്. ഇന്റർ മിലാനെ അവരുടെ മണ്ണിൽ പോയി തോൽപ്പിച്ചിരിക്കുകയാണ് 3-1. ഗബ്രിയേൽ ഹീസസിൻ്റെ ഇരട്ട ഗോൾ. അദ്ദേഹം പൂർണ്ണമായിട്ടും ഫോമിലേക്ക് മടങ്ങിയെത്തി എന്ന് തന്നെയാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. ഹീസസ് പരിക്കിൻ്റെ പിടിയിൽപ്പെട്ട് വല്ലാതെ വലഞ്ഞുപോയ താരമാണ്. അദ്ദേഹം ഏതാണ്ട് ഒരു 2 വർഷത്തിന് ശേഷം UCLയിൽ ആദ്യ ഗോൾ നേടുകയാണ്. പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം അദ്ദേഹത്തിനായിരുന്നു. സോ ഹീസസ് ഹാപ്പിയാണ്. ഹീസസിൻ്റെ ആരാധകരും ഹാപ്പിയാണ് എന്ന് തന്നെ ഇപ്പോൾ നമുക്ക് പറയാം. എന്തായാലും ഗബ്രിയേൽ ഹീസസിൻ്റെ ഇരട്ട ഗോളുകൾ, അതിൻ്റെ ബലത്തിൽ തന്നെ ഇതാ ആഴ്സണൽ 3-1 വിജയിച്ച് കയറിയിരിക്കുന്നു. അദ്ദേഹത്തെ കൂടാതെ ഗ്യോക്കറസാണ് അവരുടെ അടുത്ത ഗോൾ കണ്ടെത്തിയിരുന്നത്. മറുഭാഗത്ത് സൂസിച്ചാണ് ഒരു ഗോൾ ഇന്റർ മിലാന് വേണ്ടി നേടിയത്. ഇന്ററിൻ്റെ മൈതാനത്ത് നടന്ന മത്സരത്തിൽ അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് അർജന്റീൻ സൂപ്പർ താരം ലൗട്രോ മാർട്ടിനസും ഒപ്പം മാർക്കസ് തുറാമും ഒക്കെ ഉണ്ടായിരുന്നു. മറുഭാഗത്ത് ട്രൊസാർഡും ഗബ്രിയേൽ ഹീസസും സാക്കയും ചേർന്നുകൊണ്ടാണ് ആദ്യ 11 മുന്നേറ്റങ്ങൾ നയിക്കാൻ ഇറങ്ങിയത്. 10ാമത്തെ മിനിറ്റിൽ തന്നെ ഗബ്രിയേൽ ഹീസസ് തൻ്റെ ഗോൾ നേടിയിരുന്നു. തുടർന്ന് 18ാമത്തെ മിനിറ്റിൽ സൂസിച്ചിലൂടെ ഗോൾ മടക്കി ഇന്റർ മിലാൻ. പക്ഷേ 31ാമത്തെ മിനിറ്റിൽ ഗബ്രിയേൽ ഹീസസിൻ്റെ അടുത്ത ഗോൾ കൂടി വന്നതോടെ ഇടവേള സമയത്ത് 2-1 ലീഡിലേക്ക് ആഴ്സണൽ കടന്നുപോയിരുന്നു. ഗ്യോക്കറസ് 84ാമത്തെ മിനിറ്റിൽ ഗോൾ പട്ടിക പൂർത്തിയാക്കി 3-1 തകർപ്പൻ ജയം ആഴ്സണലിന് നേടിക്കൊടുത്തു. ഇപ്പോൾ ആഴ്സണലാണ് റൗണ്ട് ഓഫ് 16ലേക്ക് യോഗ്യത നേടിയ ഈ സീസണിലെ ആദ്യത്തെ ടീം. 7 കളി 7 വിജയിച്ചു. ഇനി ഒരു കളി കൂടി ബാക്കിയുണ്ട്. എന്നാൽ പോലും ഇപ്പോഴേ അവർ റൗണ്ട് ഓഫ് 16ൽ ഇടം പിടിച്ച് കഴിഞ്ഞു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.